ആയിരക്കണക്കിന് ജീവനക്കാർ പങ്കെടുത്ത ഫെഡറൽ ബാങ്ക് ഹെഡ് ഓഫീസ് മാർച്ച് ആലുവയിൽ ശ്രീ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ജീവനക്കാർ ഉയർത്തുന്ന ന്യായമായ ആവശ്യങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ മാനേജ്മെന്റ് മുൻകൈയെടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. എന്റെ നിയോജകമണ്ഡലത്തിൽ ഹെഡ് ഓഫീസുള്ള ബാങ്കാണ് ഞാൻ അഭിമാനത്തോടുകൂടി പറയാറുണ്ട് പുറത്തു പോകും. പക്ഷെ ഹെഡ് ഓഫീസുള്ള ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളോടൊപ്പം ശബ്ദിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്കുണ്ട്. ക്ലർക്ക്, പ്യൂൺ, സ്വീപ്പർ തസ്തികകളിൽ നിയമനം നടത്തുക, താൽക്കാലിക കരാർ, പുറം കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക, കരാറുകൾ മാനിക്കുക, അവകാശ പത്രിക അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ബാങ്കിന്റെ ആലുവയിലെ ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനു ശേഷം ആലുവ മുനിസിപ്പൽ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ശ്രീ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 1500-ൽ പരം ജീവനക്കാർ മാർച്ചിൽ പങ്കെടുത്തു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അഷ്റഫ്, ആലുവ മുനിസിപ്പൽ ചെയർമാൻ MO ജോൺ, HMS സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു, INTUC നേതാവ് VP ജോർജ്, AIBEA ദേശീയ ട്രഷറർ K ശ്രീകൃഷ്ണ, AIBEA ദേശീയ ജോയിന്റ് സെക്രട്ടറിമാരായ M ജയനാഥ്, ജതിൻ ഡോലാക്കിയ, ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ പ്രസിഡന്റ് KS കൃഷ്ണ, ജനറൽ സെക്രട്ടറി B രാം പ്രകാശ്, ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ പ്രസിഡന്റ് വിശാൽ താക്കർ, ജനറൽ സെക്രട്ടറി AR സുജിത് രാജു, ഫെഡറൽ ബാങ്ക് ഓഫീസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷിമിത് PR, ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി K ശ്രീനിവാസൻ, ഫെഡറൽ ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CM ദേവസി, ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി PR സുജിത് എന്നിവർ സംസാരിച്ചു. അധിക സമയം ചെലവഴിക്കുന്നില്ല. നിങ്ങളുടെ കൂടെ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഞാൻ അറിയിക്കുന്നു. യാതൊരു സംശയം ആ കാര്യത്തിൽ വേണ്ട എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Today's presence is the answer to this management. Our comrade knows who is with the truth, who are lying. This is Federal Bank Employees Union. This is All India Bank Employees Association. ജാഥ കടന്നുപോയപ്പോൾ ഈ പൊതുജനം കുറെ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ചേട്ടൻ അവിടെ നിന്ന് കമന്റ് ചെയ്യാണ്, ഇതെന്താ ആലുവ മഹാശിവരാത്രിയാണോ എന്ന് വെച്ചാൽ ആലുവ മഹാശിവരാത്രിക്ക് മണപ്പുറത്ത് കൂടുന്ന ആളുകളെ കഴിഞ്ഞും ആളുകൾ നമ്മളിവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ. ആലുവ നഗരം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ആലുവയെ ഇളക്കി മറിച്ചുകൊണ്ട് നമ്മുടെ ഈ ചെങ്കൊടി ഫെഡറൽ ബാങ്കിന്റെ മുന്നിലൂടെ കടന്നു വന്നപ്പോൾ വലിയൊരു മെസ്സേജാണ് ഈ മാനേജ്മെന്റിന് നമ്മളെ വീണ്ടും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ പ്രക്ഷോഭം കഴിഞ്ഞ 2 വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ 2 വർഷമായി പ്രക്ഷോഭം മുന്നോട്ട് പോകുമ്പോൾ അതിനെ ക്രിയാത്മകമായി പരിഹരിക്കാൻ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള ഒരു നിലപാടുകളും എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, സമരം ചെയ്യുന്ന ഫെഡറൽ ബാങ്ക് ജീവനക്കാരെ അവർക്കെതിരെ പ്രതികാര നടപടികൾ എടുക്കുവാനും അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ദൂരസ്ഥലങ്ങളിലേക്കും ട്രാൻസ്ഫർ ചെയ്യുവാൻ മാനേജ്മെന്റ് ശ്രമിക്കുകയാണ്. അതായത് തൊഴിലാളികൾ ന്യായമായി ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഹരിക്കുന്നതിലല്ല, തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരെ നിശബ്ദരാക്കുക എന്നുള്ള നയമാണ് ഫെഡറൽ ബാങ്ക് മാനേജ്മെന്റ് സ്വീകരിച്ചത്. നമ്മുടെ യൂണിയൻ ഓഫീസിൽ നിന്ന് തുടങ്ങിയ ജാഥ അങ്ങ് നജാദ് ഹോസ്പിറ്റലിന്റെ അവിടെ എത്തുമ്പോഴും ജാഥയുടെ എണ്ണം, നമ്മുടെ സഖാക്കളുടെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു കണ്ടില്ല. അതാണ് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾ സംഘടിക്കാൻ പാടില്ല എന്നൊക്കെയാണ് മാനേജ്മെന്റ് പറയുന്നത്. അപ്പോൾ ഒരു മാനേജ്മെന്റ് ഇത്തരത്തിൽ ഒരു തൊഴിലാളി സംഘടനയോട് പെരുമാറിയാൽ ഞാൻ ആവശ്യപ്പെടുന്നത്, ഞങ്ങളുടെ സമരം 2 വർഷത്തിലേറെയായി. ഇവിടെ തൊഴിലാളി സംഘടനകളുണ്ട്. തൊഴിലാളി സംഘടനകൾ പലരും നമ്മുടെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സമരം ഒരു ജനകീയ, ഒരു തൊഴിലാളി സമരമായി ഏറ്റെടുക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഈ സമരം എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആലുവ.